ഹലോ ഗൈസ്, പെട്ടെന്ന് കണ്ടിട്ട് ഗൾഫിൽ നിന്ന് വന്നായിരിക്കണ്ട എല്ലാം നിങ്ങൾ വിചാരിക്കൂല എന്ന് എനിക്കറിയാം. ഇതിൻ്റെ മുകളിൽ മാങ്ങേൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് മാങ്ങേൻ്റെ പെട്ടിയാണ്. പിന്നെ ഗൈസ്, നിങ്ങളൊക്കെ കാണുന്നത് ഇങ്ങനത്തെ റൗണ്ടിലുള്ള നമ്മളൊരു കയർമ ചുരുട്ടിയ അത്തിപ്പയായിരിക്കും. പക്ഷെ ഇതല്ല ഗൈസ്, കണ്ടോ, നല്ല പയുത്ത അത്തിപ്പയം, മരത്തുമെന്ന് പറിച്ച അത്തിപ്പയം. ഇത് അറബി തന്നതാണ്. ഇവിടുത്തെ അറബിയാണ് ഇങ്ങനത്തെ പണിയൊക്കെയാണ്. കണ്ടോ ഗൈസ്, ഇനി നമുക്ക് ഈ മാംഗോ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത് ഉണങ്ങിയ അത്തിപ്പായാണ്. ഇത് നല്ല ഫ്രഷ് അത്തിപ്പായാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അയ്യോ, തൊടുമ്പം തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് മാങ്ങ അൺബോക്സിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ മാങ്ങ. കൂടെ നമുക്കിതാ കുറേ പേപ്പറുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്തിയും എടുക്കാം, പണിയിലേക്ക് തുടങ്ങാം. മാങ്ങ തിന്നണ്ടേ? അപ്പം നമുക്ക് ഒരു ഗൈസ് ഒന്ന് വാഷ് ചെയ്യട്ടെ. ഇത് ആദ്യം നമ്മൾ ഇത് ചെത്തിക്കളയാം. അയ്യോ, ഇനി എങ്ങനെ ചെത്തില്ലേ? ഈ കത്തിക്ക് മൂർച്ചില്ല ഗൈസ്, കത്തി ഒന്ന് മാറ്റണം. കണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ്, അൺബോക്സിങ് ഡ്യൂട്ടി. വാ ഗൈസ്, ഇത് നമുക്കൊന്ന് ഡിസൈൻ ആക്കാം. ഇത് ഗൈസ് ഈ പെട്ടിൻ്റെ മുകളിലുള്ള ഇതേ മാങ്ങ പോലെ ആക്കാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം 5 സ്ക്വയർ സെൻറ്റിമീറ്ററിലൊരു വര, പിന്നെ അടുത്ത സ്ക്വയർ സെൻറ്റിമീറ്ററിലൊരു വര, പിന്നെ അടുത്ത സ്ക്വയർ സെൻറ്റിമീറ്റർ 4 വര വരച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒത്ത നടുവിൽ വെച്ചിട്ട് ഒരു ഒന്ന്, പിന്നെ ഒത്ത നടുവിൽ വെച്ചിട്ട് ഒറ്റൊന്ന്, പിന്നെ ഒരു കണക്കിൻ്റെ മാച്ച് സ്ക്വയർ വരപ്പിച്ച് അതേപോലെ തന്നെ 1 ഇഞ്ച് തെറ്റാതെ വരക്കുക. കണ്ടോ ഗൈസ്, ഇതാണിതാ. അയ്യോ, വാവ്, അതേപോലെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. മെച്ചുവേർഡായിട്ടൊക്കെ തിന്ന് ഇനി നമ്മൾ മൊത്തം തിന്നു. എന്നാ മധുര, എന്താണെന്നറിയില്ല. ഇവിടുത്തെ മാങ്ങക്ക് നല്ല മധുരമാണ്. ആ മധുരമുള്ള മാങ്ങ ഒക്കെ തിന്നോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.